ഇവിടുത്തെ കാഴ്ചകൾ മാത്രമല്ല, ഇവിടുത്തെ ക്ലൈമറ്റ് കൂടിയാണ്. അത്രമാത്രം ആസ്വാദ്യകരമായ തണുപ്പും ആ ഒരു കാറ്റും. വരുന്ന വഴിക്കൊക്കെ നമുക്കിതുപോലെ ഏലമൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഇവിടെ എല്ലാം ഏലത്തിൻ്റെ കൃഷിയൊക്കെ ഉണ്ട്. ഇല്ലിക്കലിനടുത്ത് ഒരു 400 മീറ്ററിനടുത്ത് എത്തുമ്പോഴേ നമുക്ക് ഇങ്ങനെ ഒരു വ്യൂ പോയിന്റ് ഇവിടെ കാണാൻ പറ്റും. ഇവിടെ ഈ പിന്നെ ഉണങ്ങിയ സാധനങ്ങളൊക്കെ അവർ തീയിട്ടിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു വെയിൽ കൂടിക്കഴിഞ്ഞ് തന്നെത്താനെ തീ പിടിച്ച് നാശനഷ്ടങ്ങളൊന്നും ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയായിരിക്കും. വാഹനം ഇവിടെ പാർക്ക് ചെയ്തതിന് ശേഷം ഇവിടെ വരെ നമുക്ക് വണ്ടികളൊക്കെ കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ അതിന് ശേഷം നമ്മൾ മല കയറി മുകളിലോട്ട് പോകണം. ഈ ചെറുപ്പക്കാരുടെയൊക്കെ ഇഷ്ടപ്പെട്ട ഒരു റൈഡിങ് സ്പോട്ടാണ് ഈ ഇല്ലിക്കൽ കല്ലെന്ന് പറഞ്ഞത്. കാരണം ഈ റോഡ് തന്നെയാണ്. വളരെ മനോഹരമായ റോഡാണ്. നല്ല ഇഷ്ടം പോലെ ഹെയർ പിന്നുകളുണ്ട്. അങ്ങനെ റൈഡിങ് സ്പോട്ടായിട്ട് നമുക്ക് തിരഞ്ഞെടുക്കാൻ പറ്റുന്ന ഒരു റൂട്ടാണ് ഈ ഇല്ലിക്കൽ കല്ലിൻ്റെ റൂട്ട് എന്ന് പറയുന്നത്. ഇവിടെ റോഡ് അവസാനിക്കുകയാണ്. നമ്മൾ ഇവിടെയാണ് വണ്ടിയൊക്കെ പാർക്ക് ചെയ്യുന്നതിന് ശേഷം ഇനി നമ്മൾ കയറ്റമാണ്. ഏകദേശം 1.5 കിലോമീറ്റർ കയറ്റമുണ്ടെന്നാണ് മനസ്സിലാവുന്നത്. എന്തായാലും നമുക്കൊന്ന് കുറച്ച് ദൂരം ഒന്ന് പോയി നോക്കാം. ചെറിയൊരു വഴിയാണ്. ചെവിയൊക്കെ അടച്ചിരിക്കുന്നു, ഇത്ര ഹൈറ്റ്. അപ്പോൾ ആ ഒരു വഴി നടക്കാൻ പറ്റുമെങ്കിൽ മാത്രം കയറി വന്നാൽ മതി.
നമ്മൾ വന്ന വഴി കണ്ടാൽ തന്നെ തല കറങ്ങും. പോകേണ്ടത് ഇനി ഈ വഴി ഇങ്ങനെ കയറി മുകളിലോട്ട് പോകണം. അടുത്തെത്താറാവുമ്പം ഇങ്ങനെ കമ്പികളൊക്കെ വെച്ചിട്ടുണ്ട് അതൊക്കെ പിടിച്ച് കയറാനുള്ള. ഈ കമ്പിയില്ലെങ്കിലേ നമുക്കിതിലൂടെ കയറാൻ പാടാം, അത്രയ്ക്ക് കുത്ത് കയറ്റമാണ്. ഇത് അത്രയ്ക്ക് ആലോചിച്ച് ഇതിൽ മേട്ടോട്ടും കുറേ കമ്പികൾ വെച്ചിട്ടുണ്ട്. ഈ കമ്പി ഇല്ലെങ്കിൽ കയറാൻ പറ്റത്തില്ല. നമ്മൾ വന്ന വഴിയാണ്. ഞാനൊരു 4-5 പ്രാവശ്യത്തെ അടുത്തിരുന്നെന്ന് എനിക്ക് തോന്നുന്നു. അത്രയ്ക്ക് ഒറ്റ സ്ട്രെച്ചിൽ കയറാൻ ഭയങ്കര പ്രയാസമാണ്. അയ്യോ, അങ്ങനെ അവസാനം നമ്മളിവിടെ എത്തി. അയ്യോ അയ്യോ അപാരം. അയ്യോ, അങ്ങനെ നമ്മൾ ഇല്ലിക്കൽ കല്ലെന്ന് പറയുന്ന ആ മനോഹരമായ പ്രദേശം ഇവിടെ കയറി പറ്റിയ അടിപൊളിയാണ്. കയറാൻ അത്യാവശ്യം സ്റ്റാമിന. ഭയങ്കര കാറ്റ്. ഇപ്പോൾ ഒരു 2-2:30 ആയിട്ടുള്ളൂ. പക്ഷെ എങ്കിൽ പോലും നമുക്കൊന്നും ഫീൽ ചെയ്യുന്നില്ല, കാരണം അത്രയ്ക്ക് നല്ല കാറ്റാണ്. നമ്മൾ വന്ന വഴിയാണ്. ആനകളൊക്കെ വരുന്നത് കാണാൻ പറ്റുമെന്ന് അറിയില്ല, അത്രയ്ക്ക് ദൂരം. ഭയങ്കര കാറ്റുണ്ട്. ഹലോ, കോട്ടയം ജില്ലയിലെ ഇല്ലിക്കൽ കല്ലെന്ന് പറയുന്ന ആ സ്പോട്ടിലാണ്. ഇവിടെ കയറ്റം കയറി വന്നതിൻ്റെ ക്ഷീണം ഇതുവരെ മാറിയിട്ടില്ല. അപ്പോൾ എന്തായാലും ഇൻട്രോ ഒന്നും പറയാനുള്ള ആരോഗ്യമില്ല. അത്രമാത്രം 3500 അടി ഹൈറ്റിലുള്ളൊരു പ്രദേശമാണ്. അപ്പോൾ എന്തായാലും നമ്മുടെ ഈ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വെൽക്കം ടു സോൾ ഓഫ് എർത്ത്, മൈസെൽഫ് ഷെരീഫ്. ഇപ്പോൾ ഒരു 2-2:30 ആയിട്ടുണ്ട്. പക്ഷേ നല്ല വെയിലുണ്ടെങ്കിലും നമുക്കൊന്നും അറിയാനില്ല, അത്രയ്ക്ക് തണുത്ത കാറ്റടിക്കുന്നുണ്ട്. ഇവിടെ കയറി വരുന്ന ക്ഷീണം വന്നു കഴിഞ്ഞാൽ പിന്നെ അടിപൊളി സീനാണ്, അടിപൊളി സൈറ്റുമാണ്. നമുക്ക് സൂപ്പറാണ് ഇവിടെ വന്നിരുന്ന് കഴിഞ്ഞാൽ. ഈ തിരിച്ചിറങ്ങുന്ന കാര്യം ആലോചിക്കുമ്പോൾ കുറച്ചേരം ഇരുന്നിട്ട് പോകാമെന്നങ്ങ് തോന്നുക. അത്രയ്ക്ക് ഏറ്റമാണ്. നല്ല സ്റ്റാമിന അല്ലാതെ ഒരു 3-4 ഇരുന്നെങ്കിൽ നല്ല ആരോഗ്യമുള്ള ഒരാൾക്ക് പോലും ഇവിടെ കയറി വരാൻ പറ്റുമെന്ന് തോന്നുന്നു. പക്ഷേ എന്തായാലും ചെറുപ്പക്കാർ ഇഷ്ടം പോലെ വരുന്നുണ്ട്. അവർക്കൊക്കെ ഇഷ്ടപ്പെട്ട സ്പോട്ടാണ്. കാരണം ഈ റോഡ് നല്ലതാണ്, പിന്നെ നല്ല ഒരു വഴിയിലുള്ള ആ സീനും ഒക്കെ കാണാനും നല്ല റൈഡിനൊക്കെ സൂപ്പറാണ് ഈ റോഡ്. പക്ഷെ എന്താ ചെയ്യാൻ, ഇവിടെ വന്നു കയറി അണപ്പം മാറിയിട്ടില്ല. അപ്പോൾ പോകുന്ന വഴിക്ക് പുതിയ വിശേഷങ്ങളൊക്കെ വീണ്ടും പങ്കുവയ്ക്കാം. വന്ന വഴിയാണിത്. അങ്ങനെ ഇല്ലിക്കല്ലിൽ നിന്ന് നമ്മൾ താഴോട്ടിറങ്ങി ഇങ്ങനെ റോഡിലെത്തി. അപ്പോൾ ഒരുപക്ഷെ ഇല്ലിക്കൽ കല്ലിൽ എന്ന് കേൾക്കുമ്പോൾ നമുക്ക് വളരെ നിസ്സാരമായിട്ടും വളരെ എളുപ്പമാണെന്നൊക്കെ തോന്നും. പക്ഷേ ഇതിൻ്റെ സൗന്ദര്യം ആസ്വദിക്കണമെന്നുണ്ടെങ്കിൽ
ശകലം പ്രയാസമാണ്. ഒരുപാട് ബുദ്ധിമുട്ട് അതിനകത്തുണ്ട്. അപ്പം നമ്മൾ ഇല്ലിക്കൽക്കല്ല് വരുന്നവർക്ക് താഴെ വണ്ടി പാർക്ക് ചെയ്തിട്ട് ഏകദേശം ഒരു 2 കിലോമീറ്ററോളം എനിക്ക് തോന്നുന്നു. അത്രയ്ക്ക് ദുർഘടമായ വഴിയിൽ കൂടി നമ്മൾ മേളിൽ ചെന്നെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഇല്ലിക്കൽക്കല്ലിൻ്റെ സൗന്ദര്യം ആസ്വദിക്കാൻ പറ്റൂ. അപ്പോൾ സാധാരണ നമ്മളൊരു ടൂറിസം സ്പോട്ടിൽ പോയിട്ട് നമുക്ക് വളരെ ആയാസമില്ലാതെ നമ്മളവിടുത്തെ കാഴ്ചകൾ കണ്ടൊക്കെ തിരിച്ചു വരാറുണ്ട്. പക്ഷേ ഇല്ലിക്കൽക്കല്ലിൻ്റെ കാഴ്ചകൾ നമ്മൾ ആസ്വദിക്കണമെങ്കിൽ ശകലം പ്രയാസമാണ്. ശരിക്കും ബുദ്ധിമുട്ടാണെന്ന് തോന്നുന്നു. കാരണം നമ്മളതിൻ്റെ മുകളിൽ കയറണം. വഴി നമുക്ക് കുറേ കാഴ്ചകളൊക്കെ നമുക്ക് സമ്മാനിക്കുന്നുണ്ട് ഈ കല്ല് വരുന്ന വഴിയൊക്കെ. പക്ഷേ എങ്കിലും ഈ ഇല്ലിക്കൽക്കല്ലിൻ്റെ പൂർണ്ണമായ സൗന്ദര്യം ആസ്വദിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ മുകളിൽ കയറിയേ മതിയാവും. അപ്പോൾ എന്തായാലും ഇപ്പോൾ നമ്മൾ ഇങ്ങോട്ട് വന്നപ്പോൾ ഇവിടുത്തെ കടകളൊന്നും തുറന്നിട്ടില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ കടകളൊക്കെ തുറന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇല്ലിക്കൽക്കല്ലെന്നുള്ള കാഴ്ചകൾ വിവരിക്കാൻ പ്രയാസമാണ്. ഇത് മറ്റുള്ള ടൂറിസം സ്പോട്ട് പോലെയല്ല. വന്ന് ആസ്വദിച്ച് അത് ഫീൽ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് അതിൻ്റെ ഒരു സൗന്ദര്യം മനസ്സിലാവും. അപ്പോൾ എന്തായാലും പുതിയ കാഴ്ചകളും പുതിയ വിശേഷങ്ങളും ഒക്കെയായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ.